ഹായ് എല്ലാവർക്കും രാകാസ് കിച്ചൻ വേണ്ടിൻ്റെ പുതിയൊരു വീഡിയോയ്ക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ പോണത് നമ്മുടെ വരന്തരപ്പള്ളി പള്ളിക്കുന്ന് അതിരപ്പള്ളി. ഇന്ന് അതിരപ്പള്ളി സ്റ്റേ ആണ്. നാളെ നമ്മൾ വാൽപ്പാറ ആഴ്ചാല് മണിക്കപ്പാറ. അപ്പോൾ നമുക്ക് പോണ വഴിയുടെ വിശേഷങ്ങളൊക്കെ നമുക്ക് പൊള്ളാച്ചിക്കുടി നമ്മൾ ഓക്കെ. ബസ് ഇട്ട സ്ഥലത്തെ തൊട്ട് അടുത്ത് തന്നെ ഒരു റാംബുട്ടാൻ മരം നിൽക്കുന്നുണ്ട്. അതിലെന്തോരാ റാംബുട്ടാനെ പഴുത്ത് നിൽക്കണ കുറേ പച്ച വീണ് കിടക്കുന്നുണ്ട്. അപ്പോൾ ഇതിലൊന്ന് നമുക്കൊന്ന് ചോദിക്കണം എന്ന് ആഗ്രഹമുണ്ട് ഞങ്ങൾക്ക്. പൊട്ടിക്കട്ടെ 2-3 നോക്കി. വേണ്ട, ഇത് നോക്കി കണ്ട റാംബുട്ടാനാണ്. അപ്പോൾ നമ്മുടെ വീട്ടിൽ ഒരെണ്ണം വെച്ചിട്ടുണ്ട്. ഇതുവരയ്ക്കും അതിലൊരു കായ പോലും ഉണ്ടായിട്ടില്ല. അത് ഉണ്ടാവാനായിട്ട് എന്താ ചെയ്യണ്ടേ? ഞങ്ങളിതേ അതിരപ്പള്ളിക്ക് പോണ റൂട്ടിലേക്ക് തിരിഞ്ഞിട്ടാണ്. അപ്പോൾ ഇന്ന് നമ്മൾ അതിരപ്പള്ളി വെള്ളച്ചാട്ടമൊന്നും കാണാൻ നിൽക്കില്ല. അവിടെ ഹോട്ടലിലാണ് സ്റ്റേ. നമ്മളൊരു 10-45 മിനിറ്റ് കൊണ്ട് നമ്മളവിടെ എത്തും. ഒരു സംശയം മാത്രമേ 8ാം ക്ലാസ്സാണോ 9ാം ക്ലാസ്സാണോ? സോറി 8 +2 ഓക്കെ +2. എടുത്താരെ പാട്ട് പാടാനായിട്ട് കുഞ്ചൻ പറമ്പിൽ നിന്നും ഒരു പഞ്ചവർണ്ണ കിളി ചൊല്ലി കേൾക്കണോ പ്രിയ കൂട്ടരെ, അവൾ കൊഞ്ചി പറഞ്ഞ കഥ, അവൾ കൊഞ്ചി പറഞ്ഞ കഥ. ബസ്സിൽ വന്നവര് എടുത്ത റൂമാണ്. ഹോട്ടലിൻ്റെ പേരാണ് ഫാൻ വാലി. അപ്പം നമ്മുടെ ബസ് ഇവിടേക്ക് കടക്കാൻ പറ്റാത്തതുകൊണ്ട് റോട്ടിലാണ് പാർക്ക് ചെയ്തിട്ടേക്കണേ. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഉൾവശമൊക്കെ. അപ്പം നമുക്ക് അതിൻ്റെ ഉള്ളിലേക്ക് കിടക്കാം. അതെ, ഇതിൻ്റെ ഉൾവശമാണ് ഇട്ടത്. അപ്പം അതിൻ്റെ അപ്പുറത്തെ സൈഡിലൊരു പുഴ പോകുന്നുണ്ട്. അപ്പോൾ ഞാനിത് പിന്നീട് കാണിച്ചു തരാം കേട്ടോ, എന്തൊക്കെയാണ് ഇതിൻ്റെ ഉള്ളിലത്തെ കാര്യങ്ങളെന്നൊക്കെ. അപ്പം നമ്മളിത് ഇവിടെ ഞങ്ങൾ ചായ കുടിക്കാനായിട്ട് വന്നേക്കാം. അപ്പോൾ അതെ, ഇതൊക്കെയാണ് ഇവിടുത്തെ റൂമിൻ്റെ ദിവസമുണ്ട്. അപ്പോൾ റൂം സ്റ്റാർട്ടിങ് 5500 ഇനി നമുക്ക് സ്വിമ്മിംഗ് പൂൾ ഉപയോഗിക്കണതാണെങ്കിൽ 14 സ്റ്റാർട്ടിങ് പറഞ്ഞേക്കണം. അപ്പോൾ ഇതിൽ നമുക്ക് ഇവിടെ വന്ന ശേഷം ഞങ്ങൾക്ക് ചായ വേണ്ടവർക്ക് വേണ്ട ഹായ് ചായ വേണ്ടവർക്ക് ചായ, അല്ലെങ്കിൽ കാപ്പി വേണ്ടവർക്ക് കാപ്പി. പിന്നെ അതിൻ്റെ ഒപ്പം സ്നാക്സ് ഉണ്ട്. വൈകിട്ട് 8 മണിക്ക് ഫുഡാണ്. അപ്പോൾ ഫുഡ് എന്താണെന്ന്, രാത്രിത്തെ ഡിന്നർ എന്താണെന്നുള്ളത് ഞാൻ പിന്നീട് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ അതാണ് സ്വിമ്മിംഗ് പൂളൊക്കെ. അപ്പോൾ അത് നമുക്കിവിടെ ഉപയോഗിക്കണമെങ്കിൽ 14 അങ്ങനെ. നമ്മുടെ കൂടെ വന്ന ആൾക്കാരെടുത്ത റൂമിൻ്റെ തൊട്ട് ബാക്കിലൊരു പുഴ പോകുന്നുണ്ട്. ഇപ്പോൾ വെള്ളം കെട്ടിക്കിടക്കുക. അപ്പോൾ ഇവിടെ ആൾക്കാർ ഇതേ കുളിക്കലും അലക്കലും ഒക്കെ ഉണ്ട്. അപ്പോൾ ഞങ്ങൾ എടുത്ത റൂമിൻ്റെ ആൾക്കാർ താമസിക്കുന്ന റൂം ഇതാണ്. ആൾ മൊത്തമൊക്കെ ഒന്ന് നോക്കാം എങ്ങനെയാണ്. അപ്പോൾ ഇവർക്ക് സ്വിമ്മിംഗ് പൂളുണ്ട്. അപ്പോൾ അവരൊക്കെ കുളിക്കുന്നുണ്ട് അവിടെ. നമുക്ക് റൂം കസ്റ്റമർ തന്നതാണ് കേട്ടോ. ഇതിലേക്ക് ഇടുന്നു പറഞ്ഞിട്ട്. അപ്പോൾ ഇതാണ് നമുക്ക് കിട്ടിയ റൂം. ഇതിലിപ്പോൾ അടിപൊളി ബെഡുണ്ട്, ഒരു സോഫ സെറ്റ് ഉണ്ട്. പിന്നെ നമുക്ക് ചായ കുടിക്കാനായിട്ട് കെറ്റിലും ചായക്ക് മറ്റേ ടീ ബാഗും പഞ്ചസാരയും അങ്ങനെ ഗ്ലാസ്സൊക്കെ ഉണ്ട്. പിന്നെ ഒരു TV ഉണ്ട്. AC റൂമാണ് കേട്ടോ. പിന്നെ ഒരു വലിയൊരു മിററുണ്ട്, സാധാ മിററുണ്ട്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇവിടെ റൂമിൻ്റെ സൗകര്യങ്ങൾ. അപ്പോൾ നമ്മളിത് മിററിൻ്റെ മുന്നിൽ നിന്നിട്ടാണ് വീഡിയോ എടുക്കണത് കേട്ടോ. പൂളിലേക്ക് നമ്മൾ ഇറങ്ങുകയാണെങ്കിൽ ഈ നിയമപ്രകാരം വേണം എല്ലാതും ചെയ്യാനായിട്ട്. ഇവിടെ പൂളിൽ ഇറങ്ങുന്ന ടൈം വരെ കൊടുത്തിട്ടുണ്ട്. 8 മണി തൊട്ട് കാലത്ത് 8 മണി തൊട്ട് 9 മണി വരെ, രാത്രി 9 മണി വരെയാണ് നമുക്ക് പൂളിൽ ഇറങ്ങാനുള്ള അനുവാദമുള്ളത്. അവിടെ കൂടെ ഉള്ളവർ വന്നത് ഫുഡ് കഴിക്കാനുള്ളതാണ് കേട്ടോ. ഫുഡ് നമുക്ക് ബൂഫേ ആണ്. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ളത് എങ്ങനെയാണെങ്കിൽ എടുക്കേണ്ട രീതിയിലാണ് എടുക്കാട്ടോ. അപ്പോൾ എല്ലാവരും ഓരോരുത്തർ വന്ന് ഫുഡ് കഴിക്കുന്ന കാര്യങ്ങൾ നോക്കാം. ഹായ് പറഞ്ഞേ. ആയിക്കോട്ടെ, ഓക്കെ. സൂപ്പുമ്പോൾ തൊട്ട് തുടങ്ങാം. അടിപൊളി സൂപ്പർ. ഓക്കെ, ബെസ്റ്റ് ഓക്കെയാ. പിന്നെ ചപ്പാത്തി ഉണ്ട്, ഫ്രൈഡ് റൈസ് ഉണ്ട്, പിന്നെ ചില്ലി ചിക്കൻ ഉണ്ട്, പിന്നെ എന്നിട്ടാ അമ്മ ഗോബി മഞ്ചൂരിയൻ, ക്രീം ലീഡ്
ഡയറക്ടർ നീതുവിൻ്റെയാണ് പിറന്നാൾ. ചുമപ്പ് ഡ്രസ്സ് കാണണം കേട്ടോ. നീതു 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 ഒരു ഹായ് പറഞ്ഞേ. ആളാണ് നീതു. ഞങ്ങളങ്ങനെ കിടക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. അടിപൊളി റൂം ഞങ്ങൾക്ക് തന്നിട്ടോ. അടിപൊളി എന്ന് പറഞ്ഞാൽ ഇതിന് മുന്നേ ഞാൻ വീഡിയോയിൽ ഇട്ടിട്ടുണ്ട് നമ്മുടെ റൂമിന്റെ പറ്റിയിട്ടുള്ള കാര്യങ്ങള്. അപ്പൊ ഈ റൂമിന് വരുന്ന റേറ്റ് 5500 രൂപയാണ്. അപ്പൊ ഇത് അവരെടുത്ത റൂം നമുക്ക് തന്നത്. ഞങ്ങള് ഡ്രൈവർമാർക്ക് റൂം ഉണ്ട് ചോദിച്ചപ്പോ ഇല്ല വന്നപ്പോ അവരെന്നെ നമ്മുടെ കൂടെ വന്നോര് ഞങ്ങൾക്ക് റൂം എടുത്ത് തന്നത്. ഞങ്ങൾ പ്രത്യേകം അവരോട് പറഞ്ഞു ഞങ്ങൾ വണ്ടിയിൽ കഴിഞ്ഞ വീഡിയോയിലൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഞങ്ങള് വണ്ടിയിൽ തന്നെയാണ് കിടക്കാറ്. അപ്പൊ അവര് പറഞ്ഞു വേണ്ട ഞങ്ങൾ തന്നത്തെ റൂം പറഞ്ഞാൽ തരാന്ന് പറഞ്ഞിട്ട് ഞങ്ങൾക്ക് തന്നതാണ്. അപ്പോൾ ഞങ്ങൾ ഫുഡ് അതുപോലെ അടിപൊളിയാവുന്നു. നല്ല എന്താ പറയാ ബുഫേ ആകുന്നു. അടിപൊളി ഫുഡായിരുന്നു. ബഫേ ഫുഡായിരുന്നു. പിന്നെ വണ്ടിയുടെ കാര്യം നമ്മൾ കിടക്കുന്നത് ഇപ്പോൾ നമ്മൾ വണ്ടി ചൂസ് ചെയ്യുന്ന വെച്ചാൽ ഇത് വെച്ചാൽ നമ്മുടെ ബസ് ലൈഫാണ്. ഞങ്ങളുടെ ജോലി അതാണ്. അതുകൊണ്ട് നമുക്ക് വണ്ടിയിൽ കിടന്നുറങ്ങിയ ആ ഒരു എക്സ്പീരിയൻസിലേക്ക് വരാനാണ് നമ്മൾ പരമായിട്ട് ട്രൈ ചെയ്യുക. പിന്നെ കസ്റ്റമർ ഒരുപാട് നമ്മൾ നിർബന്ധിച്ചാൽ വരും. കാരണം ഇതൊക്കെ 5500 രൂപ ഞങ്ങൾക്ക് തരാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വപ്നത്തിന് പോലെ എന്നെ മാത്രമല്ല കേട്ടോ. അത് ചിലപ്പോൾ ഞങ്ങളുടെ സ്വഭാവത്തിന് ഗുണമില്ല. അതുപോലെ നമ്മളല്ല തീരുമാനിക്കില്ലെങ്കിലും നമ്മൾക്ക് പോയ ഏത് ഞങ്ങൾ ട്രിപ്പ് പോകണ്ടെങ്കിലും അവർ ഞങ്ങൾക്ക് റൂം എടുത്ത് തരാറുണ്ട്. നമ്മുടെ കാര്യം പറയില്ല. പരമാവധി അവരുടെ കാശ് നമ്മൾ പോകാതിരിക്കാൻ വേണ്ടി ഞങ്ങൾ വണ്ടിയിൽ കിടക്കും. അത് അന്ന് മാത്രമല്ല ഞങ്ങളുടെ ജോലി അതായതുകൊണ്ട് അത് അതിൻ്റെ ഒരു ഭാഗമായതുകൊണ്ട് ബസ് ലൈഫ് ട്രക്ക് ലൈഫ് എന്ന് പറയുമ്പോൾ ബസ് ലൈഫ് അപ്പൊ വണ്ടിയിൽ കിടന്ന് പോകുമ്പോൾ അതിൻ്റെ ഒരു രസം വേറെ തന്നെയാണ്. അപ്പൊ നമ്മളിപ്പോ എടുക്കാൻ പോകുന്ന നാളെ കാലത്ത് 8 മണിക്കാണ് ഇവിടെ ബ്രേക്ക്ഫാസ്റ്റ്. ഇവിടുന്ന് 9:30 നമ്മള് പുറപ്പെടും. അപ്പൊ ഇതിനി ഇതിപ്പോ അതിരപ്പള്ളിയിലാണ് നമ്മൾ സ്റ്റേ ചെയ്തേക്കുന്നത്. അടുത്ത സ്റ്റോപ്പ് ഏതാന്ന് നാളെ കാലത്ത് പോകുമ്പോഴാണ് അറിയുള്ളൂ. അപ്പൊ എല്ലാവർക്കും ഗുഡ് നൈറ്റ്. ബാക്കിയുള്ള വിശേഷങ്ങളൊക്കെ നാളെ കാലത്ത്. റൂമിന്റെ ബാക്ക് വശാണ് കേട്ടോ. അപ്പോൾ ഡോറ് തുറന്നിട്ട് നമ്മൾ കാണേണ്ട കാഴ്ച ഞാൻ ഇന്നലെ കാണിച്ചിട്ടുണ്ടാകും. ഇതിൽ നമ്മുടെ റൂമിൻ്റെ ബാക്ക് വശം പുഴയാന്നുള്ള കാര്യം. എന്നാലും നമുക്കത് കാലത്ത് തന്നെ കാണുമ്പോൾ നല്ലൊരു ഭംഗിയുള്ള ദൃശ്യമാണ് കേട്ടോ. പുഴയാണിത്. അതിൽ വെള്ളം കെട്ടി കിടക്കുന്നത് കൊണ്ടാണ് ഇങ്ങനെ നിൽക്കുന്നത്. എന്നാലും നല്ല തെളിഞ്ഞ വെള്ളമാണ് കേട്ടോ. ഇവിടെ വന്നപ്പോഴേ നമ്മൾക്കിതേ ഒരു മലയണ്ണാൻ ഞങ്ങളുടെ സൈഡിൽ കൂടെ അത് ചാടി ചാടി പോയിട്ടാ. കാരണം എനിക്കത് കറക്റ്റ് ഇത്ര ഹൈറ്റ് ആയി കാരണം എടുക്കാൻ ആ മാലിന്റെ കുമ്പത്തിരിക്കുന്നു കേട്ടോ. മുകളിലാണ് ഇരിക്കുന്നത്, ഏറ്റവും മുകളിൽ. ഇതാണ് നമ്മൾ താമസിച്ച കോട്ടേജ്. അപ്പോൾ ഇതിൻ്റെ മുന്നിൽ തന്നെ അതെ സ്വിമ്മിംഗ് പൂൾ ഉണ്ട് കേട്ടോ. അപ്പോൾ കാലത്ത് ഇവിടെ 8 മണി തൊട്ട് 9 മണി വരെ, രാത്രി 9 മണി വരെ ഉണ്ട്. അപ്പോൾ കാലത്ത് ആരും കുളിക്കാൻ ഉണ്ടായില്ല. അപ്പോൾ അതെ ഇതാണ് നമ്മൾ താമസിച്ച സ്ഥലം. ഇവിടെ നമ്മുടെ ഫാമിലി കൂടെ വന്നവരും ഞങ്ങൾ തന്നെയാണ് താമസിച്ചിട്ടുണ്ടാകുന്നുള്ള. വേറെ ആരും ഉണ്ടാകുന്നില്ല കേട്ടോ. ഇവിടെ ഓരോ കോട്ടേജ് ഓരോ ടീമുകൾക്കായിട്ടാണ് ഒഴിച്ചു കൊടുത്തേക്കുന്നത്. ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വന്നേക്കാം. അപ്പോൾ ഇഡ്ഡലി ഉണ്ട്, സാമ്പാറുണ്ട്, പിന്നെ പുട്ടുണ്ട്, കടലക്കറിയുണ്ട്, പിന്നെ ഉപ്പുമാവ്, പിന്നെ മുട്ട പുഴുങ്ങിയത്, പിന്നെ ഉള്ളത് ചട്നി, സാമ്പാർ, ബ്രെഡ് ടോസ്റ്റ്, അങ്ങനെ ജ്യൂസ്, ഈ ഐറ്റമൊക്കെയാണ് നമുക്കിത്. തണ്ണിമത്തൻ, പിന്നെ അത് കൂടാണ്ട് കോൺഫ്ലക്സ് വേണ്ടവർക്ക് കോൺഫ്ലക്സ് ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി എടുത്തത് കടലക്കറിയും ഇഡ്ഡലി, ഒരു മുട്ട പുഴുങ്ങിയത്, ജ്യൂസാണ് കേട്ടോ. മോനന് ഇഡ്ഡലിയും മറ്റേ സാമ്പാറും മുട്ട പുഴുങ്ങിയത്. നമ്മളിത് അതിരപ്പള്ളി വാട്ടർഫാൾസ് കഴിഞ്ഞ് നമ്മൾ പോയിക്കൊണ്ടിരിക്കാൻ കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ നേരെ പോണത് മലക്കപ്പാറയ്ക്കാണ്. ഫസ്റ്റ് നമ്മൾ മലക്കപ്പാറയാണ്. അപ്പോൾ ഇവിടെ ഇതിൻ്റെ ഇടയിൽ സൈൻ ബോർഡുകൾ കൊടുത്തിട്ടുണ്ട്. മൃഗങ്ങളുടെയും ആന ഇറങ്ങുന്ന സ്ഥലം, അങ്ങനെ മലയാളം അങ്ങനെ ഓരോ മൃഗങ്ങളുടെ സ്ഥലത്തും അവർ അതിൻ്റെ സൈൻ ബോർഡ് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നോക്കി വേണം പോകാനായിട്ട്. അപ്പോൾ അവർക്കും ഉപദ്രവമില്ലാത്ത രീതിയിലും നമുക്കും ഇല്ലാത്ത രീതിയിൽ വേണം നമുക്കിത് ഇറക്കി പോകാൻ. അപ്പോൾ നമ്മളെ നല്ലൊരു ട്രിപ്പായിട്ട് ഇറക്കിയതാണ്. അതെ, ചാർപ്പ വെള്ളച്ചാട്ടമാണ്. അപ്പോൾ നമുക്കിത് ഈ പാലുണ്ട്, പാലത്തിൻ്റെ മുകളിൽ കയറി നിന്നിട്ട് നമുക്ക് വെള്ളച്ചാട്ടം കാണാൻ പറ്റും. പിന്നെ വെള്ളം കുറവാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഇത്ര സ്ലോ ഇത് വരുന്നത്. വർഷകാലമൊക്കെ ആകുമ്പോഴാണ് ഇത് കാണാനായിട്ടൊരു ഭംഗി ഉണ്ടാവുന്നത്.
അപ്പൊ നമ്മുടെ തേയിലത്തോട്ടം മലക്കപ്പാറ ആയിട്ടാ. ഇപ്പത്തെ സ്ഥലം നിൽക്കുന്നത് നമ്മള് കടമട്ടാണ്. അപ്പൊ അവിടുത്തെ തേയിലത്തോട്ടത്തിന്റെ വ്യൂ ആണ് ഇപ്പൊ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പൊ നമ്മുടെ ടീമുകളൊക്കെ ഇവിടെ അന്താക്ഷരി നല്ല കളിയാണ്. കൂടെ വന്നവരൊക്കെ ഇതാ ഫുഡ് കഴിക്കാൻ നിൽക്കാട്ടാ. ഞങ്ങളുടെ ഭക്ഷണം കഴിച്ച് കഴിഞ്ഞിട്ട് എനിക്ക് നല്ല വിശപ്പുണ്ടാവുന്നു. ഫുഡ് വെജിറ്റബിൾ ആവുന്നു, ഭക്ഷണമാവുന്നു കേട്ടോ. ഞങ്ങളിവിടെ മറ്റേ അതിരപ്പള്ളിയിൽ നിന്ന് തന്നെ ഭക്ഷണം മേടിച്ചിട്ട് കൊണ്ടുവന്ന ഷോളയാറ് ഡാമാണ്. അപ്പോൾ അതിലൊരു തുള്ളി വെള്ളം എന്ന് പറയുന്നില്ല. അപ്പോൾ അതിലേക്ക് കടക്കാനുള്ള അണ്ടർഗ്രൗണ്ടാണ് കാണുന്നത്. ഷോളയാറ് ഡാം പാർക്ക് ഡാമുണ്ട്. വെള്ളം എന്ന് പറയുന്നത് തുള്ളി വെള്ളം പോലില്ല. മുകളിലേക്ക് എന്തായാലും മേടിക്കണ്ട് ആളെ കേട്ട ക്യാമറ അവരെ ഭാഗ്യണ്ട്. നല്ല പച്ചക്കറി കിട്ടുന്നതാണ്. അവിടെ നിന്ന് ഇതുപോലെ നമ്മുടെ വണ്ടി പോണെന്ന് എടുക്കാൻ നല്ല തോന്നുന്നു. നമ്മൾ നിൽക്കണ സ്ഥലം ഉണ്ടല്ലോ, വാൽപ്പാറ ടീ എസ്റ്റേറ്റ് അതാട്ടാ. അപ്പോൾ ഇവിടെ ഇഷ്ടം പോലെ ഇങ്ങനെ തേയിലത്തോട്ടാണ്. നല്ല ഭംഗിയിൽ ഇങ്ങനെ വെച്ച് പിടിപ്പിച്ചാണ്. നല്ല രസമുണ്ട്. അതിൻ്റെ അടുത്ത് തന്നെ നമുക്ക് തൊട്ട് നേരെ ഒരു പള്ളിയും കൂടി ഉണ്ട് കേട്ടോ. അപ്പം അതിൻ്റെ ഇടയിൽ മോനും വേറൊരു ചാക്കളും കൂടിയിട്ട് ഒരു ക്യാമറയുടെ കാര്യം പറയാനായിട്ട് അവിടെ ചർച്ചയിലാണ്. അപ്പോൾ ഇതാണ് തൊട്ട് ഉള്ള പള്ളി. ഇനി നമ്മൾ ഇവിടെ നിന്ന് ഇത് റൗണ്ട് ഔട്ടിൽ നിന്ന് വണ്ടി തിരിഞ്ഞ് നേരെ പൊള്ളാച്ചി കൂടിയാണ് നമ്മൾ പോവാം. നമ്മളിപ്പോൾ വാൽപ്പാറത്തെ ഹെയർ പിഞ്ചാണ്. 40 ഹെയർ പിഞ്ച് ഉണ്ട്. അതിലിപ്പോൾ നമ്മൾ കയറി തുടങ്ങിയിട്ടുള്ളൂ കേട്ടോ. പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്കിതിൽ എന്ത് കഴിഞ്ഞപ്പോൾ പിന്നെ ഉള്ളത് ഞാൻ കണ്ടു. 39 ആകുമ്പോൾ നമുക്ക് ഇതിൻ്റെ ഹെയർ പിഞ്ചിൻ്റെ ലാസ്റ്റ് ഭാഗം കാണിച്ചാൽ നമ്മളിപ്പോൾ ഈ കണ്ട വഴി മലക്കപ്പാറ പോയി വന്നു, വാൽപ്പാറ തേയില എസ്റ്റേറ്റ് കണ്ടു. ഇപ്പോൾ വാൽപ്പാറ നമ്മൾ തിരിച്ച് ഹെയർ പിൻ ഇറങ്ങാറാണ്. ഇതുവരെ നമ്മളൊരു ആനേനെയാണ് ഒന്നും കണ്ടില്ല. ആ കൂടി കണ്ടത് കുറച്ച് കുരങ്ങന്മാരെയാണ്. വേറെ പ്രത്യേകിച്ച് ഒരു മൃഗങ്ങളെ പോലും നമ്മൾ ഈ വഴിയിൽ കണ്ടിട്ടില്ല കേട്ടോ.
ആഹാ എന്താ മഞ്ഞ് നമ്മൾ പൊള്ളാച്ചി പോണ വഴിയാട്ടാ മൂടി കെട്ടിയത് അതിൻ്റെ ഇടയിൽ കൂടെ വണ്ടികളൊക്കെ പോണൊക്കെ എന്ത് രസമായിട്ട് അപ്പൊ വണ്ടി അവിടെ നിർത്തിട്ടാണ് കേട്ടാ നമ്മള് വണ്ടിതേ ഒരു സൈഡിലിങ്ങനെ ഒതുക്കി നിർത്തിയേക്കാം അപ്പോൾ ഇത് കയറി വന്നിട്ട് നിർത്തിയതാണ് കേട്ടാ അപ്പോൾ ആൾക്കാർ കോട കാണണമെന്ന് പറഞ്ഞിട്ട് നിർത്തിയേക്കണമെന്നാണ് അതിൻ്റെ ഇടയിൽ ഇതേ അധികം ഈ തമിഴ് വണ്ടികളാണ് അപ്പോൾ അവിടെ നിന്ന് ഒരു വണ്ടി ഇതേ ലൈറ്റ് ഇട്ടിട്ട് വരുന്നുണ്ട് മൂടി കെട്ടി കറുത്ത കളറായി നല്ല രസം കാണാനായിട്ട് നമ്മളിപ്പോൾ അവിടെ നിന്ന് ഇപ്പോൾ വാൽപ്പാറ കഴിഞ്ഞ് പിന്നെ നമ്മൾ പോകുന്നത് പൊള്ളാച്ചി കൂടിയിട്ടാണ് പോകുന്നത് കേട്ടോ. പൊള്ളാച്ചി കഴിഞ്ഞാൽ അതിലൊരു വ്യൂ പോയിന്റ് നമ്മുടെ തേയിലത്തോട്ടം നമ്മൾ കാണാൻ കയറി. അപ്പോൾ ഞാൻ അതൊക്കെ നമ്മുടെ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും എൻ്റെ വീഡിയോയ്ക്കും കാണണം. അപ്പോൾ നമ്മൾ തിരിച്ചിതേ വരുന്ന വഴിക്ക് തന്നെ അതിൻ്റെ ഇടയിൽ നമുക്ക് 40 ഹെയർ പിൻ ഉണ്ടായിരുന്നു. അപ്പോൾ നമുക്കൊരു വിഷമം വന്നു. കാരണം ഒരു 11 എത്തിയപ്പോൾ നാളെ ഒരു അപകടം നടന്നതല്ലേ. അപ്പോൾ അതിൻ്റെ ഒരു വിഷമം ഉണ്ടായി ഞങ്ങൾക്ക് എല്ലാവർക്കും. അപ്പോൾ അങ്ങനെ അപ്പോൾ ആ മോനൊക്കെ നന്നായി സുഖം പ്രാപിക്കട്ടെ. അപ്പോൾ ഞങ്ങളിതിപ്പോൾ കാണിക്കാൻ കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ തിരിച്ച് വരുന്ന പൊള്ളാച്ചിക്ക് പോണ വഴിയിൽ നമ്മൾ രാത്രിത്തെ ഫുഡ് കഴിക്കാനായിട്ട് കരുതാം. അപ്പോൾ അതെ ഒരാൾ ഫുഡൊക്കെ കഴിച്ചതേ അങ്ങനെ നിൽക്കുന്നുണ്ട്. അപ്പോൾ നമ്മളിതേ ഫുഡ് കഴിച്ചത് കിങ് സാർ എന്ന് പറഞ്ഞ റെസ്റ്റോറൻ്റാണ് കയറിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നമുക്ക് മന്തി റൈസ് ഉണ്ടാകുന്നു, ചപ്പാത്തി, പൊറോട്ട, പിന്നെ അതുപോലെ ബീഫ്, അങ്ങനെ എന്തൊക്കെ കറി. അപ്പോൾ നമ്മൾ അൽഫാമാണ് മേടിച്ചത്. അപ്പോൾ എല്ലാവരും ഈ റൂട്ടിൽ കൂടെ പോണവർ ഈ കിങ് സാർ എന്ന് പറഞ്ഞാൽ അത് നല്ല അത്യാവശ്യം നല്ലൊരു വൃത്തിവെടുപ്പുള്ള ഒരു ഹോട്ടൽ, നല്ലൊരു ഹോട്ടലാണ്. അപ്പോൾ നമ്മൾ വന്ന് കഴിക്കാൻ നോക്കാം. അപ്പോൾ അതെ ഞങ്ങൾ ഭക്ഷണമൊക്കെ കഴിച്ച് ആൾക്കാർക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാണ്. അപ്പോൾ എൻ്റെ വീഡിയോ വാൽപ്പാറ വീഡിയോ ഇവിടെ വൈകുന്നേരം ചെയ്യാണ്. വീഡിയോ ഇഷ്ടപ്പെടാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ ബെൽ ബട്ടൺ അടിക്കുക. അതിൻ്റെ ഒപ്പം തന്നെ ഓൾ എന്നുള്ള ബട്ടൺ കൂടെ അടിച്ചു കഴിഞ്ഞാൽ ഞാൻ ഇടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ വരുന്നതായിരിക്കും. പുതിയൊരു വീഡിയോയുമായി വീണ്ടും വരുന്നതായിരിക്കും. അതുവരെയ്ക്കും ടാറ്റാ, ബൈ ബൈ.